കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 60 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്നും വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീടൊരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നു 2 ഗണം ആളുകൾ. ഒരു ഗണം ആളുകൾ കഠിനമായ പഠനം വന്നപ്പോഴേ ഇട്ടേച്ചു പോയി. ജീവിതത്തിൽ സഹനങ്ങൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് ഇനി മേലെ ഞാൻ പ്രാർത്ഥിക്കത്തുമില്ല, പള്ളിയിലും പോകത്തില്ല എന്ന് പറയുന്ന ആൾക്കാരെ ഇന്നും കാണാൻ പറ്റും. പക്ഷെ നമ്മൾ കാണുകയാണ് ശിഷ്യന്മാർ. അവരോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കും പോകണമോ? അവർ പറഞ്ഞു, എവിടെ പോകാൻ? നിൻ്റെ പക്കലാണ് നിത്യജീവൻ്റെ വചനങ്ങൾ. ആ വചനത്തെ പ്രതി എത്രമാത്രം സഹിക്കേണ്ടി വന്നാലും അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് അവർ വിളിച്ചു പറയുന്നത് കാണാൻ പറ്റും. നമ്മൾ സഭയിൽ അനുസ്മരിക്കുന്ന വിശുദ്ധ ആഗ്നസ്, മോന്തേ പുൾച്ചിയാനോയിലെ വിശുദ്ധ ആഗ്നസ്. ആഗ്നസ് എന്ന് പറഞ്ഞാൽ തന്നെ കുഞ്ഞാട്. നമുക്കറിയാം, വിശ്വാസത്തെ പ്രതി, വിശുദ്ധിയെ പ്രതി രക്തസാക്ഷിണിയാകാൻ തയ്യാറായ ആഗ്നസ് ഉണ്ട്. ഇത് മോന്തേ പുൾച്ചിയാനോയിലെ വിശുദ്ധ ആഗ്നസ്. അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ചെറുപ്പം മുതലേ ആത്മീയ കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യം കാണിച്ച് ശ്രദ്ധ കാണിച്ച വ്യക്തി. പിന്നീട് നമ്മൾ കാണുകയാണ് എന്തുമാത്രം ത്യാഗം അവരവരുടെ ജീവിതത്തിൽ എടുത്തു. ഇതൊക്കെ അവരുടെ പ്രാർത്ഥന എളുപ്പ ജീവിതം കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല, യഥാർത്ഥ വഴിയായ യേശു അവരുടെ വഴിയായി മാറുന്നതിന് വേണ്ടി അവരാഗ്രഹിച്ച് അതിനായിട്ട് പരിശ്രമിച്ചവരാണ്. അപ്പം അതുകൊണ്ട് നിലത്ത് കിടന്നു. തലയണയെന്ന് പറഞ്ഞാൽ ഒരു പാറക്കഷ്ണം. അതുപോലെ അവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വെള്ളവും റൊട്ടിയും. വർഷങ്ങളോളം അങ്ങനെ ത്യാഗോജ്വലമായിട്ട് ജീവിച്ച വ്യക്തി. അതുകൊണ്ട് തന്നെ ദൈവത്തെ ശരിക്കും നേരിട്ട് കാണാനും ആ ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും സാധിച്ചൊരു വ്യക്തി. ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. അതൊക്കെ കണ്ട് ഒത്തിരി പേര് ദൈവത്തിങ്കിലേക്ക് വരികയും മാനസാന്തരപ്പെടുകയും ചെയ്തു. നമ്മുടെ ജീവിതം അതിനു വേണ്ടിയുള്ളതാണ്. അതല്ലാതെ നമുക്ക് ഒരു എളുപ്പ വഴിയായിട്ട് യേശുവിനെ കണ്ട് എളുപ്പ വഴിയാണെങ്കിൽ ഞാൻ അനുഗമിക്കും, പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞാൻ ഇട്ടേച്ചു പോകുമെന്നുള്ള ആ മനോഭാവമാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, യേശു ഒരിക്കലും എളുപ്പ വഴിയല്ല, യഥാർത്ഥ വഴിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥ വഴിയിലൂടെ പോകുന്നവർ അവരുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ, ദുരിതങ്ങൾ സഹിക്കേണ്ടി വരും. ഇനി അത് വരുമ്പോൾ ഇട്ടേച്ചു പോകുന്നവരല്ല യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കാണാൻ സാധിക്കും, റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കഷ്ടത സഹനശീലം തരും. സഹനശീലം
ആത്മധൈര്യം തരും. ആത്മധൈര്യം നമുക്ക് പ്രത്യാശ തരും. ആ പ്രത്യാശയിലെത്തിയവർക്ക് പിന്നീട് നിരാശ വരത്തില്ല. ഈ പ്രത്യാശയിലെത്തിയ പലരും രക്തസാക്ഷിത്വം വഹിക്കുന്നത് കാണാൻ പറ്റും. നിരാശയോടെ അല്ല, ആത്മാവിൽ ആനന്ദിച്ച. നമുക്കറിയാം വിശുദ്ധ ലോറൻസ് ഇരുമ്പ് പലകെ കിടക്കുക, അടിയിൽ തീയ എന്ന് പറഞ്ഞാൽ ഈ പലക പഴുത്ത് കിടക്കുകയാണ്. ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലും ആ പലകമേൽ കിടന്ന വിശുദ്ധ ലോറൻസ് മരിച്ചത് കരഞ്ഞു നിരോളിച്ച് നിരാശപ്പെട്ടൊന്നുമല്ല. ഒരു പുഞ്ചിരിയോടെയാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു വശം എന്തെന്നാ തോന്നുന്നു, ഇനി വേണമെങ്കിൽ മറിച്ചിട്ടോളാം. അപ്പം അതുകൊണ്ട് പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും നമ്മൾ നിരാശയിലേക്കാണ് പോകുന്നത് എങ്കിൽ ഈ പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സൂചന. കഷ്ടത സഹനശീലം തരും, സഹനശീലം ആത്മധൈര്യം തരും, ആത്മധൈര്യം നമുക്ക് പ്രത്യാശ തരും. ഈ പ്രക്രിയ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ യേശുവിൻ്റെ കൂടെ നിൽക്കാൻ, അത് സഹനത്തിലും ക്ലേശത്തിലുമൊക്കെ കൂടെ നിൽക്കാൻ തയ്യാറായ അപ്പസ്തോലന്മാർ ഒരാളൊഴികെ ബാക്കി 11 പേരും രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു. ഇനി നമ്മൾ കാണുന്നുണ്ട് പത്രോസ് ഈ അപ്പസ്തോലന്മാരുടെ ലീഡറായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇന്ന് പത്രോസ് വഴി നടന്ന 2 അത്ഭുതകരമായ കാര്യങ്ങളാണ് ആദ്യ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഒന്ന്, അയനിയാസിനെ സുഖപ്പെടുത്തുന്നത്. 8 വർഷം രോഗാവസ്ഥയിൽ തളർന്നു കിടന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ നേരെ നോക്കി പത്രോസ് പറഞ്ഞൊരു കാര്യം, നീ എഴുന്നേറ്റ് നിൽക്കുക, നിൻ്റെ കിടക്ക ചുരുട്ടുക. അപ്രകാരം അവൻ എഴുന്നേറ്റ് നിൽക്കുന്നതും അവന് സൗഖ്യം ലഭിച്ചതുമായിട്ടുള്ള രംഗം നമ്മൾ കാണുന്നു. അവരെല്ലാവരും അത് കണ്ടിട്ട് വിസ്മയിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. പത്രോസിനൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. അതാണ് പ്രത്യേകത. കാരണം പത്രോസിൻ്റെയൊക്കെ ജീവിതം അതുപോലെയാണ്. അപ്പോസ്തല പ്രവർത്തനം 5:15 വായിച്ചാൽ, പത്രോസിൻ്റെ നിഴലടിച്ചതേ രോഗികൾക്ക് സൗഖ്യം. നമ്മളൊക്കെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടും വേണമെങ്കിൽ ആശ്രയിച്ചിട്ട് പോലും സൗഖ്യം വരാത്ത സംഭവങ്ങൾ നമ്മൾ കാണുന്നു. പക്ഷെ അവിടെ കാണുകയാണ്, പത്രോസിൻ്റെ നിഴലടിച്ചതേ രോഗികൾക്ക് സൗഖ്യമുണ്ടായി. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കുറേ പ്രാർത്ഥന ചൊല്ലുന്നവർ, പ്രാർത്ഥിക്കാൻ പോകുന്നവർ, പല പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗത്വമുള്ളവർ എന്ന് പറഞ്ഞാൽ പോരാ. ജീവിതത്തിൻ്റെ ഗുണമേന്മ, കറതീർന്ന ക്രിസ്തീയ ജീവിതം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഈ പത്രോസ് പറഞ്ഞതുപോലെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും അത് സംഭവിക്കുന്നത് കാണാൻ പറ്റും. കാരണം യേശു ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ്. അന്നും ഇന്നും എന്നും ഒരാൾ തന്നെയായ വ്യക്തിയാണ് യേശു ക്രിസ്തു എന്നുള്ളത് വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ കാണുകയാണ് തബീത്ത, മാൻപേട. അതിൻ്റെ അർത്ഥം തന്നെ മാൻപേട എന്നാണ്, മരിച്ചു കിടന്ന തബീത്ത. അവർക്ക് വേണ്ടി ആളുകൾ സംസാരിക്കുന്നതും പത്രോസ് ഓടി വരുന്നതും കാണാൻ പറ്റും. ആളുകൾ അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള കാരണം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വായിച്ചു കേട്ടതാണ്, സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ ഒരുപാട് മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ്. സൽപ്രവർത്തികൾ. അവൾ അവർക്ക് വേണ്ടിയല്ല ജീവിച്ചത്, അവിടെ ചുറ്റുപാടുമുള്ളവരെ അവരുടെ നന്മ കണ്ട് ജീവിച്ചു. അവൾ മരിച്ചപ്പോഴേ ആളുകൾ ഓടുകയാണ്, ഇവിടെ എങ്ങനെയെങ്കിലും ജീവനിലേക്ക് കൊണ്ടുവരണം, അതിന് പത്രോസിനെ കൊണ്ടുവരാം. ഇന്ന് ചിലരൊക്കെ മരിച്ച വീട്ടുകാർക്ക് പോലും ആശ്വാസം. അപ്പോൾ പിന്നെ നാട്ടുകാരുടെ കാര്യം പറഞ്ഞു. അത്ര സ്വാർത്ഥമതികളായിട്ട് ജീവിക്കുന്നവർ, മറ്റുള്ളവരെക്കുറിച്ച് യാതൊരു ചിന്തയില്ലാതെ ജീവിക്കുന്നവർ, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്ത് ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ മരണം മറ്റുള്ളവർക്ക് ആശ്വാസമായിട്ട് മാറും. അവർ വീണ്ടും ജീവനിലേക്ക് വരാൻ പരക്കമ്പായത്തൊന്നുമില്ല, എത്രയും വേഗം ശവാടക്കം നടത്താനേ നോക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ സ്ത്രീക്ക് വേണ്ടി ആളുകൾ ഓടി നടക്കുകയാണ്. പത്രോസിനെ കണ്ടുപിടിച്ച് വേഗം വരിക എന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുവരുന്ന രംഗമാണ് നമ്മൾ ഇന്ന് കണ്ടത്. പ്രിയപ്പെട്ടവരെ, പത്രോസാണേലും വന്നിട്ട് അവൻ അത്ഭുതം പ്രവർത്തിച്ചു. പത്രോസിൻ്റെ കഴിവിനേക്കാൾ ഈ വ്യക്തിയുടെ, തബീത്തായുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ കാരണമാണ് ദൈവം അങ്ങനെ ഒരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചത്. പത്രോസ് ഒരു ഉപകരണമായി മാറി എന്ന് മാത്രം. പറയുണ്ട്, നമ്മളൊക്കെ നന്നായിട്ട് ജീവിച്ചാൽ നമുക്ക് വേണ്ടി ദൈവം എന്തും ചെയ്യും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ ഒരു രോഗശാന്തിയോ
ജീവിച്ചിരിക്കുമ്പോൾ വിദേശത്ത് പോകാനുള്ളൊരു കൃപയോ, ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് ധനം സമ്പാദിക്കാനുള്ള കാര്യങ്ങളോ, ജീവിച്ചിരിക്കുമ്പം കുറച്ച് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള കൃപയോ, പഠിക്കാനുള്ള കൃപയോ, ഇതൊന്നും അല്ല. ഇതിനേക്കാളെല്ലാം മരിച്ചു കിടന്നവർക്ക് വേണ്ടി പോലും ദൈവം അത്ഭുതം പ്രവർത്തിച്ച രംഗമാണ് നമ്മളിവിടെ കാണുക. നമ്മൾ ഓടി നടന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ മരിച്ചു കിടന്ന വ്യക്തിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചു. കാരണം അവർ ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെയാണ് ജീവിച്ചത്. പറയുണ്ട്, നമ്മുടെ ജീവിതം എങ്ങനെയോ അങ്ങനെയായിരിക്കും മരണം, മരണം എങ്ങനെയോ അങ്ങനെയായിരിക്കും മരണാനന്തര ജീവിതം എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈ സന്ദേശം ഏറ്റെടുത്ത് അർത്ഥവത്തായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ട ആ ഒരു കൃപ നൽകണമേ, പ്രചോദനം നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.